തിരുവനന്തപുരത്ത് SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ്. എയർ ക്യാമ്പിലെ മിഥുൻ റോയിക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പുതുവത്സര ദിനത്തിലെ ലാത്തിചാർജിന് പ്രതികാരമായിട്ടായിരുന്നു SFI DYFI ഗുണ്ടകളുടെ മർദ്ദനം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വളരെ വിചിത്രമായിട്ടുള്ള ഒരു കേസ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥനെയാണ് SFI DYFI ഗുണ്ടകൾ മർദ്ദിച്ചത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ പുതുവർഷ ദിനത്തിൽ ഇവരെ ലാത്തിചാർജ് ചെയ്തിരുന്നു ഈ മിഥുൻ. അതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഇന്ന് തിരുവനന്തപുരത്തെ ഒരു മാളിൽ ഇദ്ദേഹത്തെ കണ്ട സമയത്ത് SFI DYFI പ്രവർത്തകർ കൈകാര്യം ചെയ്തത്. പോലീസുകാരൻ എന്ത് പിഴച്ചു? പോലീസുകാരനെതിരെ പോലീസ് തന്നെ കേസെടുക്കുന്നു. എന്തായാലും വ്യക്തമാണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോലീസ് അസോസിയേഷൻ ഇതിൽ പ്രതികരിക്കുന്നൊന്നുമില്ലേ ദിസ്ന? തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യക്ഷ പ്രതികരണത്തിന് പോലീസ് അസോസിയേഷൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ പോലീസ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട അമർഷം പുകയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിചിത്രമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ SFIക്കാരാണ് പിന്നാലെ നടന്ന് ആക്രമിച്ചത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ആ പോലീസുകാരനായ ഇതിനെതിരെയാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. ആ പോലീസുകാരൻ നൽകിയ പരാതിയിൽ ആദ്യഘട്ടത്തിൽ കേസ് എടുത്തിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ജാമ്യം ലഭിക്കുന്ന വകുപ്പിട്ട് കേസെടുക്കുകയും ഈ പോലീസുകാരന് പേരിൽ ജാമ്യമില്ലാ കുറ്റത്തിന് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ശംഖുമുഖത്ത്, അതായത് പുതുവർഷവുമായി ബന്ധപ്പെട്ട് ശംഖുമുഖത്ത് DJ പാർട്ടികൾ നടക്കാറുണ്ട്. അതിൽ SFI DYFI പ്രവർത്തകരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സമയം കഴിഞ്ഞതിനു ശേഷവും ഇത്തരത്തിൽ DJ പാർട്ടി നടത്തിയ സമയത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ മിഥുൻ അടക്കമുള്ള പോലീസ് അവിടെ എത്തുകയും പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആ പ്രതികാരം വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഒരു മാളിൽ മിഥുനും സുഹൃത്തുക്കളും എത്തിയപ്പോൾ അവർക്കെതിരെ ഒരു പ്രതികാര നടപടിയിലേക്ക് ഈ SFI DYFI പ്രവർത്തകർ കടക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, താങ്കൾ ഇപ്പോൾ പോലീസുകാരനല്ലല്ലോ, നമുക്ക് അടിച്ചു തീർക്കാം എന്നുള്ള തരത്തിൽ വലിയ രീതിയിൽ ആക്രോശിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് അനിൽ നമ്പ്യാർ ഏറ്റവും എടുത്തു പറയേണ്ടത്. പിന്നീട് നടന്ന സംഭവം എന്ന് പറയുന്നത്, ഈ പോലീസുകാരനെതിരെ കൊടുത്ത കേസ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മർദ്ദിച്ചു എന്ന പേരിലാണ് ഈ SFI പ്രവർത്തകൻ വിവേക് എന്നൊരു വ്യക്തി, SFI പ്രവർത്തകനായ വിവേക് മറ്റൊരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. എന്നാൽ ആ കേസാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള അമർഷം ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ. തിരുവനന്തപുരത്തെ SFI DYFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ്. എയർ ക്യാമ്പിലെ മിഥുൻ റോയിക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പുതുവത്സര ദിനത്തിലെ ലാത്തിചാർജിന് പ്രതികാരമായിട്ടായിരുന്നു മർദ്ദനം. ദിസ്ന സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.